ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല കറൻസിയാണ് ദശാംശം. ഞാൻ വെല്ലുവിളിക്കുന്നു. കറൻസിയാണ്, ഡോളറാണ്, റുപ്പീസാണ് ദശാംശമെന്ന് നിങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിച്ചാൽ പറ്റില്ലെന്നേ. എന്താ ഈ പറയുന്നത്? വിശ്വാസികളെ എത്ര വർഷമായിട്ട് പറ്റിക്കുന്നുണ്ട്. പണം കൊണ്ടുവാ ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. സ്തോത്ര കാഴ്ചയുടെ ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. പണമാണ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ്. പണം വിട്ടൊരു കളിയില്ല. വിശ്വാസികളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം ദശാംശം. അപ്പം പ്രോസ്പിരിറ്റിയും പണവും ധനവും പാപമാണെന്ന് പഠിപ്പിക്കുകയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവർ ചെയ്യുന്നത്. ദശാംശം, പണം ഇവിടെ കൊണ്ടുവരണം, പെട്ടിയിൽ പണം വീഴണം, ഇല്ലെങ്കിൽ കളി വേറെയാണ്, ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. ക്രൂരനായ ദൈവമാണ്. ദൈവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മൂർത്തിയാണ്. ക്രൂരനായ ദൈവമാണ്. ന്യായം പിരിച്ച് നമ്മൾ പിന്നെ നരകത്തിലെ വിറവുള്ളിയാണ്. അപ്പം ഇതാണ് ഇവരുടെ പഠിപ്പിക്കൽ. ഈ പെന്തക്കോസ്ത് എന്താണ്? പെന്തക്കോസ്ത് നിങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല പെന്തക്കോസ്ത്. കേരളത്തിൽ 100 വർഷമായിട്ട്, 100-ലധികം വർഷമായി പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം ആരംഭിച്ചിട്ട് അതിൻ്റെ കീഴിൽ നിരവധി സഭകളും നിരവധി സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു കണക്കനുസരിച്ച് 20 മുതൽ 25 ലക്ഷം വരെയാണ് അതിൽ അംഗങ്ങളുള്ളത്, വിശ്വാസികളുള്ളത് എന്നാണ് കണക്ക് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക സന്യാസ സമൂഹമായിട്ട് സ്പിരിച്വൽ എക്സ്ട്രീം, ആത്മീയതയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ഫാൻറ്റസികൾ കൊണ്ട് നിറച്ച ഒരു വിശ്വാസവും അത്തരത്തിലുള്ള ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ. ബൈബിളാണ് അടിസ്ഥാന പുസ്തകം. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതും മണ്ടത്തരങ്ങളും തെറ്റുകളുമാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് പെന്തക്കോസ്റ്റിൽ പണം ഉണ്ടാകുന്നത്, സാമ്പത്തികം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പെന്തക്കോസ്റ്റിൽ സാമ്പത്തികമായൊരു വളർച്ച ഉണ്ടാകുന്നത്? ഞാൻ ഇത്രയും കാലം കണ്ടുവന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവർത്തന ശൈലിയും രീതികളുമാണ് ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും സാമ്പത്തികമായ ഒരു തട്ടിപ്പ്, സാമ്പത്തികമായ ഒരു ക്രയവിക്രയം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത് നേതാക്കൾ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കളും പാസ്റ്റേഴ്സും ഇവർക്ക് ദൈവങ്ങളാണ്. ഇവരെന്താണ് പറയുന്നത് അത് വെള്ളം തൊടാതെ വിഴുങ്ങി അത് അന്ധമായി വിശ്വസിച്ച് പോകുന്ന, മാറ്റി ചിന്തിക്കുകയോ അവർ പറഞ്ഞത് ശരിയാണോ എന്ന് പോലും അതിനെ പരിശോധിച്ച് നോക്കുകയോ ചെയ്യാതെ അന്ധമായി വിശ്വസിച്ച് പോകുന്ന ഒരു അടിമകളെ പോലെ പോകുന്നവരാണ് കേരളത്തിലെ 99% വിശ്വാസികൾ. അതിൽ കുറച്ച് പേരൊക്കെ നമ്മളെപ്പോലെ മാറി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായ വിഷയത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായും ഇവർ പഠിപ്പിക്കുന്നത് സമ്പത്ത് പാപമാണ്, പ്രോസ്പെരിറ്റി പാപമാണ്, പണം ഉണ്ടാക്കുന്നത് പാപമാണ്, ധനവാൻ പാപമാണ്, ധനവാൻ സ്വർഗത്ത് പോകില്ല, കോടീശ്വരൻ പാപമാണ്, പാപിയാണ്. അപ്പോൾ ഇതാണ് ഇവർ വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുന്നത്, വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുന്നത്. ഇത് പറ്റിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഇവരിത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യയശാസ്ത്രം രൂപീകരിച്ചിരിക്കുന്നത് ബൈബിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ്. അപ്പോൾ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്താണെന്ന് പോലും ഇവർക്ക്, പാസ്റ്റേഴ്സിന് പോലും കൃത്യമായ ധാരണയില്ല. ഇത് 2000-3000 വർഷം പഴക്കമുള്ള എഴുത്തുകളുടെ ഒരു ശേഖരമാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അല്ല
വർത്തമാനകാലത്തിലെ കോണ്ടെക്സ്റ്റ്, ഇത് മലയാളികൾ കേരളത്തിൽ നടന്ന സംഭവം എഴുതി വച്ചിരിക്കുന്നു എന്ന ധാരണയിലാണ് കേരളത്തിലെ 90% പാസ്റ്റേഴ്സും വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ വ്യാഖ്യാനപരമായിട്ട് ഇതിൽ മുഴുവൻ തെറ്റാണ് ഇവർ പറയുന്നതും വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഒരു ഫാൻറ്റസി സൃഷ്ടിക്കുക, പ്രസംഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഫാൻറ്റസി സൃഷ്ടിക്കുക, ഒരു മായിക ലോകം സൃഷ്ടിച്ച് അവരെ അതിനകത്ത്, അവരുടെ ബ്രെയിൻ ചിന്താഗതികളെയും അതിനകത്താക്കുക. പിന്നെ ഇതൊരു ലൂപ്പാണ്. ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുക, 2 അനുഗ്രഹം അല്ലെങ്കിൽ സ്വർഗം, ഹോപ്പ്, പ്രത്യാശ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് ഇവരെ ആകർഷിച്ച് കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുന്ന ദൈവം, ന്യായം വിധിക്കുന്ന ദൈവം, ശിക്ഷിക്കുന്ന ദൈവം, നരകത്തിലിടുന്ന ദൈവം പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്തി അടിമകളാക്കുക. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. ഇതിനകത്ത് വീണ് പോയാൽ പിന്നെ തിരിച്ച് കരകയറാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് പോകും. ലൈഫിൻ്റെ ഒരു മുന്നോട്ടുള്ള ഗതിയും പച്ചപിടിക്കില്ല. അപ്പോൾ ഇവർ പറയുന്നത് ക്രിസ്തുവിലായാൽ അല്ലെങ്കിൽ ബൈബിളിനെ ഫോളോ ചെയ്താൽ ഓക്കെ. വിശ്വാസം, ദൈവവിശ്വാസം വ്യക്തിപരമാണ്, അവരവർക്കുള്ളതാണ്. അവരവർക്ക് ഇഷ്ടമുള്ള മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കുക, ഇതൊന്നും അല്ലാതെയും ജീവിക്കാം. പെന്തക്കോസിൽ വന്നു കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം, കേരളത്തിലെ 20 ലക്ഷം 25 ലക്ഷം വിശ്വാസികൾ രക്ഷപ്പെട്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ആരാണ് രക്ഷപ്പെട്ടത്? പെന്തക്കോസിൽ വന്നിട്ട് രക്ഷപ്പെട്ടത് ആരാണ്? ഈ 25 വിശ്വാസികൾ ഇന്നും കഷ്ടത മാറാനും രോഗം മാറാനും ദുരിതം മാറാനും കടഭാരം മാറാനും ജീവിതം രക്ഷപ്പെടാനും വേണ്ടി പ്രാർത്ഥനയും ഉപവാസവും പാസ്റ്റർമാരുടെയും പ്രവാചകന്മാരുടെയും പുറകെയല്ലേ പോകുന്നത്. ഇവർ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ പിൻപറ്റി എല്ലാം സാധ്യമാകുമെന്ന് വിശ്വസിച്ചാൽ, പെന്തക്കോസാണ് എല്ലാം ശരിയെന്ന് പറഞ്ഞ് വന്നാൽ പിന്നെ ഇവരെന്തിനാണ് ഇതിൻ്റെ പുറകെ ഓടുന്നത്? ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എല്ലാത്തിനും ഉത്തരമായി എന്ന് ഇവർ പഠിപ്പിക്കുകയും ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളുമായിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ ഇത് കള്ളത്തരമാണ്. ഇവരെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കോമൺ ആണ്. എല്ലാം മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചോ അവർക്കെല്ലാം പ്രശ്നമുണ്ട്. ഇത് മതത്തിൻ്റെ പ്രശ്നമോ ദൈവത്തിൻ്റെ പ്രശ്നമോ അല്ല. പക്ഷേ ഇവിടുത്തെ തന്ത്രം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ മാറും, നിങ്ങൾ പള്ളി വരണം. അപ്പോൾ ആളെ കൂട്ടാനുള്ള ഇത്തരം തട്ടിപ്പുകൾ ഇത് ജനം മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കള്ളത്തരമാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, കേരളത്തിൽ 25 ലക്ഷം വിശ്വാസികളും ഇന്നും പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇതിൽ വന്ന പ്രശ്നം മാറുമെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ എല്ലാം പ്രശ്നം മാറണം, എല്ലാവരും സ്വതന്ത്രരാകണം, ആർക്കും ഒരു പ്രശ്നമില്ലാതിരിക്കണം. കാരണം ക്രിസ്തുവാണ് ഇവരുടെ നായകൻ. മനസ്സിലായില്ലേ? അപ്പം ഇത് പറഞ്ഞിട്ട് എല്ലാത്തിനും ഉത്തരം ക്രിസ്തുവാണ്, എല്ലാ പ്രശ്നങ്ങളും മാറും, പെന്തക്കോസാണ് ലോകത്തിലെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ച് ഇതിനകത്ത് കൊണ്ടുവരികയും ഈ വിശ്വാസികൾ മുഴുവൻ പ്രശ്നത്തിലാണ്. ഇവർ പ്രവാചകരുടെ അടുത്ത് പോവുക, വീട്ടിൽ ഉപവാസം വയ്ക്കുക, ചർച്ചിൽ ഉപവാസം വെക്കുക, പ്രാർത്ഥിക്കുക, പ്രവാചകന്മാരെ വിളിക്കുക, പാസ്റ്റർ ഇതിനു വേണ്ടി ഓടുക. ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇത് ആളെ കൂട്ടാനുള്ള ഒരു തട്ടിപ്പ് ഡയലോഗാണെന്ന് വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞോ പെന്തക്കോസിൽ വന്നെന്ന് പറഞ്ഞോ മനുഷ്യൻ്റെ പ്രശ്നം മാറില്ല. അത് മാനുഷികമാണ്. ഒരു പ്രശ്നവും മാറില്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു പ്രശ്നവും മാറില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് സാമ്പത്തികമാണ്. ഇവർ പഠിപ്പിക്കുന്നത് ധനം പാപമാണ്, സമ്പത്ത് പാപമാണ് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രോസ്പെരിറ്റി പാപമാണ്, പണം ഉണ്ടാക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുമ്പോൾ ഈ വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ഇതിനെ പിൻപറ്റുന്നവരുടെ ഒരു ജീവിതശൈലി, എൻ്റെ ചോദ്യം, ഓക്കെ, സമ്പത്ത് പാപമാണെങ്കിൽ ദരിദ്രരായിട്ട് ജീവിക്കണോ എന്നാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദരിദ്രനായിട്ട് ജീവിക്കുക, ഇഴഞ്ഞ് ജീവിക്കുക, പിച്ചെടുത്ത് ജീവിക്കുക, ഇതാണ് പെന്തക്കോസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് ബൈബിളിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇല്ല. കഷ്ടത എന്നുണ്ട്, കഷ്ടത ക്രിസ്തീയ ജീവിതമല്ല, എല്ലാ മനുഷ്യനും കഷ്ടതയുള്ളതാണ്. കഷ്ടതയാണ് ക്രിസ്തീയ ജീവിതവും കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരും ക്രിസ്ത്യാനിറ്റി ആണോ? എൻ്റെ ചോദ്യം അതാണ്. അങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എരന്ന് പിച്ച തണ്ടി കടബാധ്യതയിലും നരകിച്ചും ജീവിക്കണമെന്നാണ് ഇവർ അതിലേക്ക് വിശ്വാസികളെ തള്ളിവിടുകയാണ്. എന്നിട്ട് അവരെ
പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഭൂമിയിൽ നരകയാതന അനുഭവിക്കണം, നിങ്ങൾ ബുദ്ധിമുട്ടണം. അതാണ് ക്രിസ്തീയ ജീവിതം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളെ നരകതുല്യമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇതിവർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ട് ഇവർ കാശുണ്ടാക്കുന്നുണ്ട്. ആര്? ഈ പ്രസംഗകർ. സമ്പത്ത് പാപമാണ്, പണം പാപമാണ്, പ്രോസ്പെരിറ്റി പാപമാണ്, ധനം പാപമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ കാശുണ്ടാക്കുന്നുണ്ട്. ലക്ഷങ്ങൾ, കോടികൾ കാശുണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പാസ്റ്റേഴ്സുണ്ട്. നിങ്ങൾ എന്തിനാണ് വിശ്വാസികൾ പണക്കാരാകാൻ അവരെ തടുക്കുന്നത്? എന്തിനാണ്? പ്രോസ്പെരിറ്റി പാപമെന്ന്, തെറ്റാണെന്നും പഠിപ്പിക്കുന്നത് എന്തിനാണ്? പ്രോസ്പെരിറ്റി പാപമാണെന്ന് പഠിപ്പിക്കുന്ന പാസ്റ്റേഴ്സിന് കേരളത്തിൽ ലക്ഷങ്ങളുടെ ആസ്തിയുണ്ട്, ലക്ഷങ്ങളുടെയും കോടികളുടെയും ആസ്തിയുണ്ട്. സ്വന്തമായിട്ട് റോയൽ കാറ്, വീടുകൾ, 50 ലക്ഷത്തിന് മേളിൽ വിലമതിപ്പുള്ള വീട്, ബാങ്ക് ബാലൻസുകൾ, ഇതെല്ലാം ഉള്ള പെന്തക്കോസ് സംവിധാനമാണ് വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പ്രോസ്പെരിറ്റി പാപമാണ്. മീൻസ് ധനം, പണം പാപമാണ്. വിശ്വാസികളുടെ സാമ്പത്തിക സാഹചര്യം അറിയാമല്ലോ. ഞാൻ എല്ലാ പാസ്റ്റേഴ്സിനെയും അല്ല, എന്നാൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന പാസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. പക്ഷെ അവരും അത് സഹിക്കുകയാണ്. പണം ഉണ്ടാക്കുന്നത് പാപമാണെന്ന ധാരണയിലാണ് അവരും പോകുന്നത്. എനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ പാസ്റ്റേഴ്സ് എന്തിനാണ്, ഈ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം പാസ്റ്റേഴ്സ് ഉള്ളത്. ഇവിടുത്തെ പഠിപ്പിക്കൽ തെറ്റാണ്. ജോലി ചെയ്യുന്നത് പാപമാണ്. ഇത്രയും വൃത്തികെട്ട ഉപദേശങ്ങൾ, മനുഷ്യനെ നശിപ്പിക്കുന്ന ഇത്രയും വൃത്തികെട്ട ഉപദേശം, അങ്ങനെ തന്നെ ഞാൻ പറയും, ഇത്രയും വൃത്തികെട്ട ഉപദേശങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്. ജോലി ചെയ്യുന്നത് പാപമാണ് പാസ്റ്റേഴ്സ്. ഇവരെങ്ങനെ കുടുംബം പുലർത്തും? പാസ്റ്റേഴ്സ് ജോലിക്ക് പോകണം. ഇത് കേരളത്തിലെ മാത്രമാണ് ഇത്തരം ഒരു തെറ്റായ പഠിപ്പിക്കലും ചിന്താഗതിയും ജീവിത നിലവാരം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് പാസ്റ്റേഴ്സ് മാറ്റം വരുത്തണം. പണം പാപമാണ്, പ്രോസ്പെരിറ്റി പാപമാണെന്ന് പറഞ്ഞിട്ട് ഈ പഠിപ്പിക്കുന്നവർ തന്നെ പണം ഉണ്ടാക്കണം. ഇവർ പണം ഉണ്ടാക്കുന്ന പല വിധങ്ങളുണ്ട്. വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പണം പാപമാണ്, നിങ്ങളാരും പണക്കാരാകരുത്, പ്രോസ്പെരിറ്റി പാപമാണ് എന്ന് പറഞ്ഞ് ഇവരെ അടിമകളാക്കി ഇവർ നരകതുല്യമായിട്ട് ജീവിക്കുകയാണ്. കാരണം ഇവർ വിശ്വാസികൾ ചിട്ടി, ലോണ് ഒക്കെ എടുത്ത് കടബാധ്യതയിലാണ് പോകുന്നത്. ആഴ്ചച്ചിട്ടി, മാസച്ചിട്ടി, ലോണുകൾ, 2-3 ലോണുകൾ, ഇതൊക്കെ എടുത്തിട്ടാണ് വിശ്വാസികൾ ജീവിക്കുന്നത്, പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ബാധ്യതയൊന്നും പാസ്റ്റേഴ്സ് കേൾക്കില്ല. വിശ്വാസികൾക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടായാൽ, ഫിനാൻഷ്യലി അവർ കേപ്പബിലിറ്റി ആയാൽ, ഫിനാൻഷ്യലി അവർ വെൽത്തായാൽ, അവർക്ക് ഈ ചിട്ടിയും കടവും എടുക്കേണ്ട ആവശ്യമില്ല. അവരിവിടെ പലരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല, പിച്ച തേണ്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതല്ല ഇവർ പഠിപ്പിക്കുന്നത്, ഇതല്ല ഇവർ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന എല്ലാവരും കാശുണ്ടാക്കുന്നുണ്ട്. ഇവർ കാശുണ്ടാക്കുന്നത് പല വിധത്തിലാണ്. ഒന്ന്, വിശ്വാസികളെ ഇത് പഠിപ്പിക്കുകയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, സഭയിൽ പൈസ പിരിക്കുക, ദശാംശവും സ്തോത്ര കാഴ്ചയും. ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നരകത്ത് പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക വിശ്വാസികൾ. ദശാംശമൊക്കെ കൊടുത്തില്ലെങ്കിൽ വിശ്വാസികളെയൊക്കെ ശാപിക്കുകയാണ്, വിശ്വാസികളെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നിങ്ങൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ അപകടം ഉണ്ടാകും, രോഗിയാകും, ആശുപത്രി കൊടുക്കേണ്ടി വരും. ഇത്രയും നീചമായ പഠിപ്പിക്കലുകൾ വിശ്വാസികളെ ഭയപ്പെടുത്തി അടിമയാക്കി പണം പിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉപദേശമേ ബൈബിളിലില്ല, അങ്ങനെ ഒരു സിസ്റ്റമേ ബൈബിളിലില്ല. അപ്പോൾ പാസ്റ്റേഴ്സിന് പണം തിന്നാൻ, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദശാംശം എന്ന് പറഞ്ഞിട്ട്, അത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ UK-യിൽ, അമേരിക്കയിൽ ഒക്കെയുള്ള പെന്തക്കോസ്ത് വിശ്വാസികളുടെ ദശാംശം കോടികളാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇതിന് കണക്കുണ്ടോ? പാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്.
ഇതിന് കണക്കുണ്ടോ? വിശ്വാസികൾ ഇവിടെ ദരിദ്രരായിട്ട് ജീവിക്കുകയാണ്. ഇത് വാങ്ങി അക്കൗണ്ടിലിട്ടിട്ട്, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പാസ്റ്റർ, കേരളത്തിലെ ഒരു മുഖ്യധാര പെന്തക്കോസ് സംഘടനയിലെ ഒരു പാസ്റ്റർ പറഞ്ഞൊരു വാചകം, ആ സഭയിൽ 75,000 രൂപ ഒരു സൺഡേയിൽ വരുമാനമുണ്ട് ആ പാസ്റ്റർക്ക്. 75,000 റുപ്പീസ് ഒരു ഞായറാഴ്ച ആ സഭയിൽ കിട്ടുന്നുണ്ട്. ആ പാസ്റ്റർ വാചകം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു ടേം കൂടെ ഈ ചർച്ച ചെയ്തിരിക്കണം, അന്നേരം എൻ്റെ മക്കൾ സെറ്റിൽഡ് ആകും. ഒരു ടേം കൂടെ ഈ സഭയിലിരുന്നാൽ എൻ്റെ പിള്ളേർ ലൈഫ് സെറ്റിൽഡ് ആകും. അപ്പം ഇതാണ് കേരളത്തിലെ പല പാസ്റ്റേഴ്സിൻ്റെയും, ഇത് ഗോസ്പൽ എന്നാണ് പേര്, ക്രിസ്തു എന്നാണ് പേര്, പക്ഷേ ഇവർ ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ പഠിച്ച് വിദ്യാഭ്യാസം ഉള്ളവരായിട്ട് വല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ കമ്പനി ഉദ്യോഗസ്ഥരോ ഒക്കെ ആയാൽ പോരെ. ഈ തെണ്ടിത്തരം കാണിക്കുന്ന എന്തിനാണ്? ഈ വിശ്വാസികളെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ പറ്റിയ ഏക മാർഗമാണിത്. ഇതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞോ കഴിയാത്തവർക്കും ദൈവം വിളിച്ചു എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്തുകൊണ്ട് വെള്ള ഷർട്ട് ഇട്ട് ഇറങ്ങിയാൽ ക്ലീൻ ഷേവ് ആയി. ഇപ്പം പിന്നെ ക്ലീൻ ഷേവൊക്കെ മാറി, ഇപ്പോൾ എല്ലാവരും താടി മീശയൊക്കെ വെക്കുന്നുണ്ട്. കുറച്ച് പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട് താടി മീശയുടെ കാര്യത്തിൽ. പണ്ട് അതും ഇല്ലായിരുന്നു. അപ്പം ഈ വിദ്യാഭ്യാസവും നോളജും വിവരമൊന്നും വേണ്ട, ദൈവം വിളിച്ചു എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങാം. അങ്ങനെ ഒരു കുത്തഴിഞ്ഞ, ഒരു ഓർഡർ ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ലാത്ത സംവിധാനമാണ് ഈ പെന്തക്കോസ്ത്. എന്നിട്ട് വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിച്ച് ദശാംശം മേടിക്കാം. എന്താ പറയുക, ബൈബിളിൽ യാതൊരുവിധ തെളിവോ ബൈബിളിൽ യാതൊരുവിധ അടിസ്ഥാനപരമായ പഠിപ്പിക്കലോ പറഞ്ഞിട്ടുള്ളതോ ആയ കാര്യമല്ല ദശാംശം. ഞാൻ ദശാംശം എന്ന വിഷയം മനസ്സിലാക്കിയിരിക്കുന്നത് ബൈബിൾ വായിച്ചപ്പോൾ, അത് ഇസ്രായേലിൻ്റെ കാലത്ത് യഹൂദന് ദൈവം കൊടുത്തൊരു സംവിധാനം. പ്രത്യേകിച്ച് മലാക്കി പുസ്തകമായിട്ടാണ് പെന്തക്കോസ്തുകാർ വരുന്നത്. മലാക്കി പുസ്തകത്തിലെ വിഷയവും കോണ്ടെക്സ്റ്റും സിറ്റുവേഷനും ലോജിക്കൊക്കെ വേറെയാണ്. അത് ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ്. അവിടെ ദശാംശം പറയുന്നത് ആലയത്തിലേക്ക് കൊണ്ടുവരണം, ഭണ്ഡാരത്തിൽ കൊടുക്കണം, അത് ആഹാരത്തിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്, ഭണ്ഡാരത്തിൽ. അപ്പം മലാക്കി പുസ്തകമായിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾ വാങ്ങുന്ന ദശാംശം മലാക്കി പുസ്തകം അനുസരിച്ചാണോ വാങ്ങുന്നതും വിനിയോഗിക്കുന്നതും എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത്? അല്ല. ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല കറൻസിയാണ് ദശാംശം. ഞാൻ വെല്ലുവിളിക്കുന്നു. കറൻസിയാണ്, ഡോളറാണ്, റുപ്പീസാണ് ദശാംശമെന്ന് നിങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിച്ചാൽ പറ്റില്ലെന്നേ. എന്താ ഈ പറയുന്നത്? വിശ്വാസികളെ എത്ര വർഷമായിട്ട് പറ്റിക്കുന്നുണ്ട്. പണം കൊണ്ടുവാ ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. സ്തോത്ര കാഴ്ചയുടെ ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. പണമാണ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ്. പണം വിട്ടൊരു കളിയില്ല. വിശ്വാസികളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം ദശാംശം. അപ്പം പ്രോസ്പെരിറ്റിയും പണവും ധനവും പാപമാണെന്ന് പഠിപ്പിക്കുകയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവർ ചെയ്യുന്നത്. ദശാംശം, പണം ഇവിടെ കൊണ്ടുവരണം, പെട്ടിയിൽ പണം വീഴണം, ഇല്ലെങ്കിൽ കളി വേറെയാണ്, ഇല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. ക്രൂരനായ ദൈവമാണ്. ദൈവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മൂർത്തിയാണ്, ക്രൂരനായ ദൈവമാണ്. ന്യായം പിരിച്ച് നമ്മൾ പിന്നെ നരകത്തിലെ വിറകുകൊള്ളിയാണ്. അപ്പം ഇതാണ് ഇവരുടെ പഠിപ്പിക്കൽ. പാവപ്പെട്ട വിശ്വാസികൾ എങ്ങനെ കഴിയുന്നു എന്നതിനെക്കുറിച്ച് ഇവർ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ പറഞ്ഞ് പറ്റിച്ച് ഭയപ്പെടുത്തി പിന്നെ ഇവർ മറ്റൊരു ദശാംശം കൊടുത്താൽ അനുഗ്രഹിക്കും ദൈവം. എവിടെയാണ് ദശാംശം കൊടുത്ത അനുഗ്രഹം? ഇതിന് കുറേ കള്ളക്കഥകളൊക്കെ പറയും. പണ്ട് ഞാൻ കേട്ടിരുന്നു, ഈ കോൾഗേറ്റിൻ്റെ കമ്പനി ഉണ്ടല്ലോ, കോൾഗേറ്റിൻ്റെ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട്, ഇത്രയും കോടികളുടെ ആസ്തിയുള്ള കമ്പനിയായിട്ട് വന്നത് ഈ കോൾഗേറ്റിൻ്റെ മുതലാളി ദശാംശം കൊടുത്തിട്ടാണ്. 50% ദശാംശം കൊടുത്തിട്ടാണ് കോൾഗേറ്റ് കമ്പനി ലോകത്തിൽ വളർന്നതെന്നുള്ള ഇങ്ങനെയൊക്കെ വിശ്വാസികളെ പറഞ്ഞ്. അപ്പം വിശ്വാസികൾ എന്ത് ധരിക്കും? ഞാൻ ദശാംശം കൊടുത്താൽ വലിയ പണക്കാരനാകും. ഈ പ്രോസ്പെരിറ്റി തെറ്റാണെന്ന് പഠിപ്പിച്ചവരാണ് ദശാംശം കൊടുത്ത്
പണക്കാരനാകാൻ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കല്ല് വെച്ച നുണ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ പെന്തക്കോസ്ത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ദശാംശം കൊടുത്ത് കോൾഗേറ്റ് കമ്പനിക്കാരൻ ഇപ്പം വലുതായെങ്കിൽ, കോടീശ്വരനായെങ്കിൽ, കേരളത്തിൽ കൃത്യമായി നിങ്ങളെ ഭയപ്പെട്ട് ദശാംശം കൊടുക്കുന്ന വിശ്വാസികളുണ്ട്. എത്ര പേര് കോടീശ്വരന്മാരായിട്ടുണ്ട്? എത്ര പേര് ലക്ഷപ്രഭുക്കളായിട്ടുണ്ട്? അപ്പോൾ ഇത്തരം കല്ല് വെച്ച നുണകൾ പറഞ്ഞിട്ട്, നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ കൊതിപ്പിക്കുകയും ഭയപ്പെടുത്തി, നരകത്തിലെ വിറകൊള്ളിയാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയും വിശ്വാസികളെ പണം പിരിക്കുന്ന ഒരു രീതിയാണ് പെന്തക്കോസ്തിലുള്ളത്, ദശാംശം. അപ്പോൾ ഇതാണ് തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, ഇവർ പ്രോസ്പെരിറ്റി പാപമാണ്, പണം പാപമാണ്, സമ്പാദിക്കരുതെന്ന് വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഇവരെല്ലാം വിദേശത്ത് പോകും. ഗൾഫ് രാജ്യങ്ങൾ, UK, അമേരിക്കൻ ഐക്യനാടുകൾ, വിദേശ രാജ്യങ്ങളിൽ മൊത്തവും കറങ്ങും. കാരണം കേരള സീസണിൽ ഒരു കൺവെൻഷൻ സീസണുണ്ട് കേരളത്തിൽ. ഈ കേരളത്തിലെ കൺവെൻഷൻ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് സീസണാണ്. കേരളത്തിലങ്ങനെ വലിയ മീറ്റിംഗ് ഒന്നുമില്ല, ചർച്ച മീറ്റിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ കൺവെൻഷൻ പ്രസംഗകരല്ലാത്തവരും വലിയ വിടുതൽ രാജാക്കന്മാരല്ലാത്തവരൊക്കെ ഇവിടെ ചർച്ചിലെ മീറ്റിങ്ങും കോട്ടേജ് മീറ്റിങ്ങൊക്കെ ആയിട്ട് പോകും. അല്ലാതെ ഈ രാജാക്കന്മാരൊക്കെ നേരെ ഓഫ് സീസണിൽ വിദേശ രാജ്യങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്യുക, 3 മാസം, 1 മാസം, 6 മാസത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പണം പിരിപ്പാണ്. അല്ലാതെ ഇവർ സായിപ്പിനെയും അറബിയെയും ഒന്നും മാനസാന്തരപ്പെടുത്താൻ പോകുന്നതല്ലല്ലോ. അവിടെ പോകുന്നതും പെന്തക്കോസ്ത് സഭകളിൽ വിസിറ്റ് ചെയ്യാനാണല്ലോ. ഇവിടെയും മലയാളികളായ പെന്തക്കോസ്തുകാരെ പറ്റിക്കുന്നു, അവിടെ ചെന്നും മലയാളി സഭകളിൽ മലയാളികളായ പെന്തക്കോസ്ത് വിശ്വാസികളെ പറ്റിക്കുന്നു. ഇതാണ് രണ്ടിടത്തും നടക്കുന്നത്. അല്ലാതെ അറബിയെ ഏതെങ്കിലും ഒരു മലയാളി പാസ്റ്റർ ചെന്നിട്ട് രക്ഷിക്കപ്പെടുത്തിയ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ മാനസാന്തരപ്പെടുത്തിയ ഏതെങ്കിലും ചരിത്രമുണ്ടോ? UK അമേരിക്കയിലോ ചെന്നിട്ട് ഏതെങ്കിലും സായിപ്പിനെ മാനസാന്തരപ്പെടുത്തിയ ഏതെങ്കിലും സ്റ്റോറി ഉണ്ടോ? ഇല്ലല്ലോ. ഇവർ അവിടെ ചെന്ന് മലയാളികളെ തന്നെ പറ്റിക്കുന്നത്. അവിടെ ചെന്ന് പണം പിരിക്കുകയാണ്, ഇവിടെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ദശാംശം. അവിടെ ചെന്നിട്ട് കാണിക്കുന്നത് പണം പിരിക്കുകയാണ്. ഞാനിവിടെ വലിയ ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം, എനിക്കിവിടെ വലിയ പരിപാടി സംവിധാനങ്ങളുണ്ട്, ഓർഗനൈസേഷനുണ്ട്, ചാനലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, പ്രവർത്തനമുണ്ട്, സഹായിക്കണം. ഇതൊക്കെ പറഞ്ഞാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പണം. ഒരു തവണ പോയിട്ട് വരുമ്പോൾ ലക്ഷങ്ങൾ കൊണ്ടാണ് വരുന്നത്. ലക്ഷങ്ങൾ. അങ്ങനെ കോടികൾ സമ്പാദിച്ച പാസ്റ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ. റെഡി ക്യാഷിന് 50 ലക്ഷവും 1 കോടിക്കും വീട് വാങ്ങാൻ സാമ്പത്തിക സ്രോതസ്സുള്ള, റെഡി ക്യാഷിന് സ്രോതസ്സുള്ള പാസ്റ്റേഴ്സ് കേരളത്തിലുണ്ട്. ഇവരാണ് ന്യൂ ജനറേഷനെ കുറ്റം പറയുന്നത്, പ്രോസ്പെരിറ്റി തിയറി എന്ന് പറഞ്ഞ്. വിശ്വാസികളും പെന്തക്കോസ്തിലെ വിശ്വാസികളും യൂത്തും ഇത് മനസ്സിലാക്കണം. കേരളത്തിലെ ന്യൂ ജനറേഷനും കേരളത്തിലെ പാരമ്പര്യ പെന്തക്കോസ്തും തമ്മിലുള്ള അന്തർധാര, അടിയൊഴുക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടതാണ് പരസ്യമായിട്ട്. ഇവർ പുറമേ ശത്രുക്കളായിട്ട്, സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെ പുറമേ ഇവർ വിഘടനവാദികളാണെങ്കിലും രഹസ്യമായിട്ട് അന്തർധാര സജീവമാണ്. അതൊക്കെ നമ്മൾ പരസ്യമായിട്ട് കണ്ടതാണ്. വിശ്വാസികളെ ഇങ്ങനെ പറ്റിക്കുന്ന ഒരു സംവിധാനം, ഒരു കൂട്ടർ വേറെ ഇല്ല. അപ്പോൾ വിദേശത്ത് പോയി പണം ഇങ്ങനെ പിരിച്ചുകൊണ്ട് വരിക, ലക്ഷങ്ങളുമായിട്ട് ഇവിടെ നാട്ടിൽ വരികയാണ്. അതിന് ഗവൺമെൻറ്റിന് കണക്ക് കൊടുക്കുന്നുണ്ടോ, ടാക്സ് അടയ്ക്കുന്നുണ്ടോ, ഇവരുടെ ക്രയവിക്രയം എന്താണ്, എന്തിന് വിനിയോഗിക്കുന്നു, നോ ഐഡിയ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇവർ സാമ്പത്തിക തെറ്റ്. അപ്പം വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുകയും, വിശ്വാസികൾ പ്രോസ്പെരിറ്റി തെറ്റാണ്, സമ്പത്ത് തെറ്റാണ്, പണം പാപമാണ്, ധനവാൻ സ്വർഗത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ച് ആ വിശ്വാസത്തിൽ ഇവരെ അടിമയാക്കിയിട്ട് പ്രസംഗിക്കുന്ന ഇവരെല്ലാം ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയോ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ആസ്തി അറിയോ?
മുഖ്യധാര കേരളത്തിലെ എല്ലാ മുഖ്യധാര പെന്തക്കോസ് പ്രസ്ഥാനങ്ങളും 1500 മുതൽ 2000 കോടിയുടെ ആസ്തിയുണ്ട്. 1500 മുതൽ 2000 കോടിയുടെ ആസ്തി കേരളത്തിലെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്, മുഖ്യധാര പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾക്ക്. അതിൻ്റെ താഴെ വരുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം അതിൽ താഴ്ന്ന ആസ്തിയുണ്ട്. ഇവരാണ് ഈ 1500 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള പെന്തക്കോസ് പ്രസ്ഥാനങ്ങളാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് പണം പാപമാണ്, സമ്പത്ത് പാപമാണ്, പ്രോസ്പെരിറ്റി പാപമാണ്. ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉളുപ്പില്ലേ? അല്പമെങ്കിലും ഉളുപ്പില്ലേ? പച്ചയ്ക്ക് ഇങ്ങനെ വിശ്വാസികളെ പറ്റിക്കാൻ ഉളുപ്പില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. മോഹം പാപമാണ്, നമ്മളൊന്നും മോഹിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഈ ലോകത്തിൽ വലിയ മനുഷ്യരായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെ ഹിസ്റ്ററി എടുത്താൽ ഇവർക്കൊരു ആംബിഷൻ ഉണ്ടാകും, ഒരു എയിം ഉണ്ടാകും, ഒരു ടാർഗറ്റ് ഉണ്ടാകും, ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹത്തിന് വേണ്ടി ഇവർ പ്രയത്നിച്ചാണ് ഇവർ പല നേട്ടങ്ങളിലേക്ക് എത്തുന്നത്, അവരിപ്പോൾ ആയിരിക്കുന്ന പൊസിഷനിലേക്ക് അവരെത്തുന്നത്. പക്ഷേ പെന്തക്കോസിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് സ്വർഗവും നരകമുണ്ട്, സ്വർഗത്തെ പ്രതീക്ഷിച്ച് വേണം മാത്രം നമ്മൾ ജീവിക്കാൻ. ജീവിതത്തിൽ യാതൊരു മോട്ടിവേഷനും ഇല്ലാത്ത, പ്രതീക്ഷകൾ നൽകാത്ത, ലൈഫിൽ ഒരു കരിയർ ഗൈഡൻസ് ഇല്ലാത്ത, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാത്ത ഒരു സംവിധാനം. ആഗ്രഹങ്ങളും മോഹങ്ങളും പാപമാണ് എന്ന് പഠിപ്പിച്ചിട്ട് ലോകം പാപമെന്നാണ് പറയുന്നത്. ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ലോകം പാപമാണ്, ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്, വിശ്വാസികൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് വില കൂടിയ കാർ ലോകമല്ല, വില കൂടിയ മൊബൈൽ പാപമല്ല, ലോകമല്ല, വില കൂടിയ വസ്ത്രങ്ങൾ അതും ലോകമല്ല. ഈ ലോകമെന്ന് പറയുന്ന ഈ ഭൂമിയിലെ സകല സൗകര്യങ്ങളും, അത് കാറാകട്ടെ, ഫ്ലൈറ്റ് യാത്ര ആകട്ടെ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയാകട്ടെ, വസ്ത്രങ്ങളാകട്ടെ, വലിയ മുന്തിയ ഇനം ഹോട്ടലുകൾ കയറി ഭക്ഷണം കഴിക്കുന്നതാകട്ടെ, മൊബൈലാകട്ടെ, ഗാഡ്ജറ്റുകളാകട്ടെ, എന്ത് സംവിധാനം, വിദ്യാഭ്യാസമാകട്ടെ, ഇതെല്ലാം ഇവർ ഈ പഠിപ്പിക്കുന്ന പാസ്റ്റേഴ്സ് ഇതെല്ലാം അനുഭവിക്കുകയും ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തിട്ട് വിശ്വാസികൾ ലോകത്തിന് അനുരൂപരാകരുത്, ലോകം പാപമാണ്. അപ്പം ഇത്തരം തട്ടിപ്പുകളാണ് ഇതിനകത്ത് അപ്പം ഇതെല്ലാം വിശ്വസിക്കുന്ന വിശ്വാസി മണ്ടന്മാരായിട്ട് ഇവർക്ക് അടിമയായിട്ട് ഒരു കാലത്തും രക്ഷപ്പെടാതെ അന്ധമായി വിശ്വസിച്ച് ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസികൾ ഇത് തിരിച്ചറിയണം, ഇനിയും മണ്ടന്മാരാകരുത്. പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കൾ ഇത് തിരിച്ചറിയണം. ഈ തട്ടിപ്പുകൾ ഇവർ പഠിപ്പിക്കുന്നതല്ല, ഇവർ പ്രവർത്തിച്ച് കാണിക്കുന്നത്, ഇവർ പറയുന്നതല്ല ഇവർ ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റാണ് ഇവരുടെ ലൈഫ്. പല പാസ്റ്റേഴ്സും ബിസിനസ്സിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പല പാസ്റ്റേഴ്സും ഹൈ പ്രൊഫൈലിലാണ് അവരുടെ ലൈഫ്, പല പാസ്റ്റേഴ്സും ഹൈഫൈ ലൈഫാണ്. ഞാൻ പറയുന്നത് പാസ്റ്റേഴ്സിന് ആകരുതെന്നല്ല, പക്ഷേ വിശ്വാസികളെ എന്തുകൊണ്ട് നിങ്ങൾ അത് പാപമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ ദരിദ്ര ജീവിതത്തിലേക്ക് തള്ളിവിടുന്നു? നിങ്ങൾ കാർ വാങ്ങുന്നെങ്കിൽ, നിങ്ങൾ പ്രോസ്പെരിറ്റി അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികളും പ്രോസ്പെരിറ്റി അനുഭവിക്കണം. അല്ലാതെ പ്രോസ്പെരിറ്റിയും ധനവും പാപമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ ഹൈഫൈ ലൈഫ് ജീവിക്കുകയും നിങ്ങളിതെല്ലാം ഇവിടെ ഉണ്ടാക്കുകയും ലോകത്തിന് അനുരൂപരാകരെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങളിതെല്ലാം ഉണ്ടാക്കുകയും നിങ്ങൾ ലോകത്തിലെ സകലതും സ്വായത്തമാക്കുകയും ചെയ്തിട്ട് വിശ്വാസികളെ മാത്രം പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ അടിമകളാക്കിയിടുന്നതിനോടുള്ള ഒരു പ്രതിഷേധമെന്നോണമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പ്രതിഷേധം തന്നെയാണ്. അപ്പോൾ ഇത്തരം തെറ്റായ പഠിപ്പിക്കലുകൾ, ബൈബിളിൻ്റെ വ്യാഖ്യാനം മൊത്തത്തിലും തെറ്റാണ് ഇവർ പഠിപ്പിക്കുന്നത്. കാരണം ഇവർ മലയാള ബൈബിളിനെ വെച്ചിട്ടാണ് ഈ കളി മൊത്തവും കളിക്കുന്നത്. മലയാള ബൈബിളെ മുഴുവൻ പരിഭാഷാ പിശകുണ്ട്. കാരണം ഈ ബൈബിളിലെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 66 പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരുണ്ടല്ലോ, വളരെ പൗരാണിക കാലത്ത് എഴുതിയതാണ്, പൗരാണിക ഗ്രന്ഥമാണ്. ഇതൊന്നും അംഗീകരിക്കില്ല ഇവർ. അപ്പോൾ അവരെന്തുദ്ദേശിച്ചാണ് എഴുതിയത്, ഏത് വാക്കുകളാണ് പ്രയോഗിച്ചത്, അതൊന്നും അല്ല ഇവിടെ മലയാളികൾ പാസ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്.
എൻ്റെ ഒറിജിനൽ മീനിങ് എടുത്ത് നമ്മൾ പോയാൽ ഇവർ പഠിപ്പിച്ചത് മൊത്തം കുളം മണ്ടത്തരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം തെറ്റായ പ്രവണതകൾ വെച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. യുവാക്കൾ ഒരുപാട് പറ്റിക്കപ്പെട്ടവരുണ്ട് ഇതിനകത്ത്. യുവാക്കളോട് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ തിരിച്ചറിയണം. അടിമ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ഇത് ദൈവവിശ്വാസമായാലും ഏത് വിശ്വാസമായാലും അടിമ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ഒരു മനുഷ്യന് ഇവിടെ ഉള്ളത്. ആർക്കും ഇവിടെ ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകാം, ആർക്കും ബൈബിൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം, ആർക്കും ക്രിസ്തു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. പക്ഷേ ഒരു സിസ്റ്റത്തിൻ്റെ അടിമയായിട്ട് ജീവിതം നശിപ്പിക്കാനുള്ളവരല്ല നമ്മൾ എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തെറ്റായ പഠിപ്പിക്കലുകളെ തിരിച്ചറിയുകയും യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് മതം എപ്പോഴും ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമെന്ന് പറയുന്നത് ഇതിനെ അന്ധമായി വിശ്വസിക്കുന്ന വിശ്വാസികളാണ്, അടിമകളാണ്. ഭയമാണ് ഇവർക്ക് വിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചരക്കെന്ന് പറയുന്നത്. ഭയപ്പെടുത്തി അടിമയാക്കുക മനുഷ്യരെ. അപ്പം അതുകൊണ്ട് വിശ്വാസികളും പ്രത്യേകിച്ച് യുവാക്കളും ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരിക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും ഇത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഈ ജീവിതം നശിച്ചു പോകാതെ രക്ഷപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.